ഒരു സാഹസിക യാത്രയാണ്, ഒരു തുരങ്കത്തിലൂടെയുള്ള യാത്ര. ഞാൻ പറയരുത്, തലയടിച്ച് പൊട്ടിക്കാതെ. തൊഴിയുന്ന ബ്രോയെ ഒന്ന് കാണിക്കും. അയ്യോ, ഞങ്ങളിങ്ങെത്തി. ഇതാണ് കുട്ടവഞ്ചി കറക്കം. ഇത് കുട്ടവഞ്ചി കറക്കമല്ല, കുട്ടവഞ്ചി പോവുക. കുട്ടവഞ്ചി കറക്കം എന്ന് പറയുന്നത് ഒരു സെന്ററിൽ വെച്ചിട്ട് കറക്കും, തല കറങ്ങുന്ന പോലെ. അത് വേണ്ടായേ. ഇത് കുട്ടവഞ്ചിയിലൂടെയുള്ള കറക്കമാണ്. അങ്ങനല്ലേ ഞാനും പറഞ്ഞ കുട്ടവഞ്ചി കറക്കം. ഇന്ന് തീർക്ക്. ഇതൊക്കെ കാണാനല്ലേ വന്നേ? ഐസ്ക്രീം തിന്നാനാ വന്നേ? അതോ മൺട്രോ തുരുത്തിലെ പിന്നെ ഇതിന്റെ പേരെന്തോ മാൻഗ്രോവ്, കണ്ടൽക്കാട്. ഏറ്റവും നല്ല കണ്ടല്, കണ്ടൽ ഇതാണ്. ഓക്സിജനേറ്റിന്റെ അളവ് ഏറ്റവും കൂടുതലും ഓക്സിജൻ വിടുന്നത് കണ്ടലാണ്. മൺട്രോത്തുരുത്തിലെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ ഒരു കുട്ടവഞ്ചി അങ്ങനെ നീങ്ങുകയാണ്. ആ കുട്ടവഞ്ചിയിലിരുന്ന് രജി സ്ക്രീൻ നുണയുകയാണ്. കണ്ടൽക്കാടുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് പെയ്യുന്ന മഴ, ഓളപ്പരപ്പിലുള്ള മൺട്രോത്തുരുത്തിൻ്റെ കായൽ പരപ്പുകളിൽ ഓളങ്ങളുണ്ടാക്കുന്ന അഷ്ടമുടിക്കായലിൻ്റെ മനോഹര കാഴ്ചകളിലൂടെ ഞങ്ങളുടെ കുട്ടവഞ്ചി മന്ദം മന്ദം നീങ്ങി. ഇനി അല്പം സാഹസികമാണ്. കണ്ടൽക്കാടുകളും മൺട്രോത്തുരുത്തിലെ കാഴ്ചകളും അഷ്ടമുടിക്കായലിൻ്റെ മനോഹാരിതയും ഒന്നുമല്ല
ഐസ്ക്രീമിൻ്റെ മധുരമാണ് വിജയാഹർഷിച്ചിരിക്കുന്നത് എന്ന് തോന്നും. ആദ്യമായി മൺട്രോത്തുരുത്തിലെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയുള്ള യാത്രയിൽ വിജിയുടെ ഇരിപ്പ് കണ്ട കൈ മടക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ കീഴിൽ കൂടെ പോകാം. അയ്യോ ശരിയാ. അങ്ങനെ വെച്ചാൽ കൂടെ കുഴപ്പമില്ല. കാത്തി വെച്ചു. പോവുകയാണ്. തല അല്ലെങ്കിൽ പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രോ എങ്ങനെ ഇരിക്കും? ഒരു സാഹസിക യാത്രയാണ്. ഒരു തുരങ്കത്തിലൂടെയുള്ള യാത്ര. തലയടിച്ച് പൊട്ടിക്കാതെ തൊഴിയുന്ന പ്രോയെ ഒന്ന് കാണിക്കൂ. അയ്യോ ഞങ്ങളിങ്ങെത്തി. അങ്ങോട്ടെല്ലാം ചെമ്മീൻ കെട്ടുകളായി. ഇതാണ് മൺട്രോത്തുരുത്തിൻ്റെ എസ് വളവ്. എസ് വളവിൻ്റെ ഇരു സൈഡുകളിലും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ്. കൂടെ എടുക്കുക വെയിലിലേക്ക്. നേരത്തെ കണ്ടത് തുരങ്കമൊന്നുമല്ല, ഒരു പാലമാണ്. പക്ഷേ അതിൻ്റെ അടിയിലൂടെ വരുമ്പോൾ നമുക്കൊരു തുരങ്കത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക. ഇതാണ് കുട്ടവഞ്ചി കുട്ടവഞ്ചി കറക്കം. കുട്ടവഞ്ചി കറക്കം കണ്ടിട്ടില്ലാത്ത മൺട്രോത്തുരുത്തിൽ വന്ന് കുട്ടവഞ്ചി കറക്കം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തോമസ് ബ്രോയുടെ കുട്ടവഞ്ചിയിൽ ഒരു കൊച്ചു കറക്കം. കുട്ടവഞ്ചി ഞങ്ങളെ ഇപ്പൊ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. തോമസ് ബ്രോയുടെ ഞങ്ങളും കറങ്ങുന്നുണ്ട്. കറക്കിക്കോ. ഇതാണ് ഇതിന്റെ ഒരു രസം. കുട്ടവഞ്ചിയുടെ പ്രത്യേകതയാണ്. കുട്ടവഞ്ചി കറങ്ങുവാനാണ് കുട്ടവഞ്ചി എടുക്കുന്നത്. അഷ്ടമുടി മാത്രം കറങ്ങുന്നില്ല, മൺട്രോത്തുരുത്തും കറങ്ങുന്നില്ല, വഞ്ചി ഇങ്ങനെ കറങ്ങുകയാണ്. അതുകൊണ്ടാണ് കുട്ടവഞ്ചി കറക്കം എന്ന് ഈ കറക്കത്തെ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ കണ്ടൽക്കാടുകളുടെ നടുക്ക് നിർത്തിയ അജിച്ചേട്ടൻ കറക്കിയത് നല്ല രസമായിരുന്നത്. 4 സൈഡും കാട്. ഓക്കെ, നമുക്കിനി മുമ്പോട്ട് പോവാം. അപ്പോൾ ഇനി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. തോമസ് ചേട്ടൻ കറക്കം മതിയാക്കി. അവിടെ അങ്ങ് മരക്കൊമ്പിലൊരു കിളി ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. ഒരു നീർക്കാക്കയാണ്. കൂടെയുള്ള കാക്കകളൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടായിരിക്കാം. കാക്ക ഒറ്റയ്ക്കാണ്. അതാണ് നീർക്കാക്ക. ആളൊരു മുങ്ങൽ വിദഗ്ധനാണ്. മുങ്ങി ഉള്ള മീനെയെല്ലാം വിഴുങ്ങിയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇനി എപ്പോഴാണ് അടുത്ത വിഴുങ്ങുന്നതിന് മുമ്പുള്ള മുങ്ങക്കം അതിനുവേണ്ടി ഇരിക്കുകയാണ്. ചെറിയ ഒരു ചാറ്റൽ മഴ, നല്ല ഒരു വൈബ്, നല്ലൊരു അന്തരീക്ഷമാണിപ്പോൾ. വിസിറ്റേഴ്സിന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് മൺട്രോത്തുരുത്തിൽ. കൊട്ടാരക്കരയിൽ നിന്നും നമ്മുടെ സ്ഥലത്ത് നിന്നും ഒരു 27 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനിയും ഒരു പാലത്തിൻ്റെ ഒരു കയറ്റമാണ്. തോമസ് ബ്രോയി ഇപ്പോൾ താഴ്ന്നതായിരിക്കും. ഞങ്ങളിപ്പം തല ഉയർത്തി വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ വെക്കാം. എന്നാൽ അല്പം താണ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് താണ് കൊടുക്കാം. നെയ്യ് വേറെ കുഴപ്പമൊന്നുമില്ല.
തലയുള്ളൂ തല പ്രശ്നമൊന്നുമില്ല. പാലം കൊണ്ടുപോകുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു കുട്ടവഞ്ചിക്ക് എന്താ വിലയാവും? ഒരു 50 രൂപയ്ക്കടുത്ത് വരും. ഒരു 50,000 രൂപ മുടക്കി ഒരു കുട്ടവഞ്ചി തുഴയാൻ ഒരു മടലും വെട്ടി ഇവിടെ അങ്ങ് കൂടിയാൽ അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകാമല്ലേ? അങ്ങനെ കഞ്ഞി കുടിച്ച് പോകാം എന്നാണ് തോമസ് ബ്രോ പറയുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള അഷ്ടമുടി പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് മൺട്രോത്തുരുത്തിലെ കണ്ടൽക്കാടുകളുടെ ഈ വൃഷ്ടി പ്രദേശം. ഈ കുട്ടവഞ്ചിയിൽ അരമണിക്കൂർ സഞ്ചരിക്കുന്നതിന് സവാരി ചെയ്യുന്നതിന് 300 രൂപയാണ് ഈടാക്കുന്നത്. 1 മണിക്കൂറിന് 600. ഇപ്പോൾ 4-5 പേര് ഉള്ള ഒരു വിനോദസഞ്ചാര സംഘത്തിന് 600 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് 1 മണിക്കൂർ ഈ നല്ല രീതിയിൽ ഈ കണ്ടൽക്കാടുകളെല്ലാം കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ സഞ്ചാരികളെ വരിക, മൺട്രോത്തുരുത്തിലെ ഈ കൊച്ച് കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള ഈ കുട്ടവഞ്ചി സവാരിക്കായി വരിക. മൺട്രോത്തുരുത്ത് സന്ദർശിക്കുന്നവർ തീർച്ചയായും ഇത് നല്ല ഒരു സന്തോഷം നൽകുന്ന നല്ല ഒരു സംവിധാനം തന്നെയാണ് ഇവിടുത്തെ കുട്ടവഞ്ചി. എന്താ ആദ്യമായി കുട്ടവഞ്ചിയിൽ കയറിയതിൻ്റെ വെപ്രാളത്തിലാണ് ജിജി ഇരിക്കുന്നത്. രണ്ടാമത് കുട്ടവഞ്ചി കയറിയതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഗമയിലിരിക്കുവാണ് അച്ചാച്ചൻ. ആദ്യം ഒന്ന് കയറിയപ്പോൾ തന്നെ വന്നൊന്ന് കയറി പരീക്ഷണം നടത്തി നോക്കി. അപ്പോൾ കുഴപ്പമില്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെയും കൂടെ കയറ്റിയതാണ് ഗൈസ്. ജിജി പറയുന്നത് കുട്ടവഞ്ചിയിൽ നിന്ന് ചാടുന്നതിന് മുമ്പ് ഒരു ചാട്ടം പ്ലാൻ ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് പറഞ്ഞ് കുട്ടവഞ്ചിയിൽ നിന്ന് ചാടിയാൽ സബ്സ്ക്രിപ്ഷൻ വർദ്ധിക്കും, ചാനൽ വൈറലാകുമെന്നാണ് ജിജി പറയുന്നത്. അല്പം കഴിയുമ്പോൾ ജിജി കുട്ടവഞ്ചിയിൽ നിന്നും ചാടുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ ചാടിയിട്ട് വൈറലാക്കി. വളരെ നല്ല ഒരു പ്രദേശമാണ്. ഞങ്ങൾ മൈക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തിൻ്റെ ശബ്ദവും ക്യാമറയുടെ ഔട്ടിൽ നിന്ന് ലഭിക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായ ഒരു യാത്രാ വിവരണ വീഡിയോ ആണ്. കാരണം നമ്മളുടെ കൊല്ലം ജില്ലയിലൊക്കെ തന്നെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഈ കണ്ടിട്ടില്ലാത്ത ഒന്ന് തന്നെയാണ് ഈ കണ്ടൽക്കാടുകൾ, മൺട്രോത്തുരുത്തിലെ മനോഹരമായ കണ്ടൽക്കാടുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.